ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂച്ചെടികളിലും പച്ചക്കറി ചെടികളിലും ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഫംഗസ് രോഗങ്ങൾ വരാതിരിക്കാനും വന്ന ഫംഗസ് രോഗങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒരു കിടിലൻ ഫംഗിസൈഡായ സാഫിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാഫിൻ്റെ പാക്കറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് തലതിരിച്ചാണ് മുറിച്ചതേ. അപ്പം ഇത് അടച്ചു പിടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതേപോലെയാണ് സാഫ്. ഈ കളറൊക്കെ കാണുമ്പോൾ നമ്മളിതുപോലെ പൂച്ചെടികളും പഴച്ചെടികളും പച്ചക്കറി ചെടികളും നടുന്നവർക്കൊക്കെ തന്നെ സാഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാഫ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു പച്ച കലർന്ന നീല നിറത്തിലുള്ള, കണ്ടോ, ഇതേപോലെ വെള്ളത്തിൽ നന്നായി അലിയുന്ന ഒരു പൗഡറാണേ. കണ്ടോ, ഇലകളിലുണ്ടാകുന്ന കറുത്ത നിറത്തിലുള്ള കുത്തുകളില്ലേ, റോസയിലൊക്കെ നമുക്ക് പ്രത്യേകം അത് കാണാനായിട്ട് സാധിക്കും. കറുത്ത കുത്തുകൾ, അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ അടിയിലേക്ക് ചുരുണ്ടു പോകുന്നത് പോലുള്ളൊരു രീതിയുണ്ട്. അതുപോലെ ഇലകളുടെ മുകളിലും താഴെയും ഒക്കെ തുരുമ്പിൻ്റെ നിറത്തിലുള്ള എന്തൊക്കെയോ ഫംഗസുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ കാണുക. അതുപോലെ ചെടിയുടെ തണ്ടുകൾ ചീഞ്ഞു പോകുക, വേരുകൾ ചീഞ്ഞു പോകുക, ഇതിനൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മൾ പറയുന്ന സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ്. ഇതൊരു സിസ്റ്റമിക് ആൻഡ് കോണ്ടാക്ട് ഫംഗിസൈഡ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളിത് കലക്കി സ്പ്രേ ചെയ്താൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ഥലത്തും അതുകൂടാതെ ചെടികളുടെ ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടും രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങളെ തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സാഫ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതേ, നമ്മുടെ സാഫിൻ്റെ ഒരു 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ എടുക്കാവേ. അതായത് ഒരു ടീസ്പൂണിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ മതി കേട്ടോ. കുറച്ച് മാത്രം, ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ആദ്യം ഇത്രയും ഒരു 1/4 ടീസ്പൂൺ എടുത്ത് പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട്, ഇത് 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം വരെ ആയാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളിത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണേ. നമ്മുടെ ടാപ്പിലെ വെള്ളമാണെങ്കിലും പലതരത്തിലുള്ള കരടൊക്കെ അതിനകത്ത് കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പ്രെയറിനെ കേടാക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് 1 ലിറ്റർ വെള്ളത്തിനകത്താണ് നമ്മൾ ഇത്രയും കലക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിനകത്തേക്ക് നന്നായി അലിയുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലക്കിയപ്പോഴത്തെ കളർ കണ്ടോ, പച്ചയും നീലയും ചേരുന്ന ഒരു കളറാണ്. ഇതിനെ നമുക്ക് 1 ലിറ്റർ ആക്കി മാറ്റാം. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ലോണം നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സ്പ്രേ ബോട്ടിലിലേക്ക് മാറ്റാം. ഇത് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റുവാണേ. അപ്പോൾ നമുക്ക് 1 ലിറ്റർ ആയിട്ടുണ്ടോ എന്ന് അറിയുകയും ചെയ്യാം. കണ്ടോ, 1 ലിറ്റർ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഫംഗസ് രോഗങ്ങളൊക്കെ ഉള്ള ചെടികൾ, ഫംഗസ് രോഗങ്ങളൊന്നും വരാതിരിക്കാനും നമ്മളിത് ഉപയോഗിക്കുമല്ലോ. അപ്പം നമുക്കിത് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വാ, ഇത് നമ്മുടെ കൊത്തമരയുടെ ചെടിയാണേ. ഇതിൻ്റെ ഇലകളൊക്കെ അത് ഇങ്ങനെ അടിയിലോട്ട് ചുരുണ്ടിരിക്കുന്നുണ്ടോ. എപ്പോഴും കൊത്തമരയുടെ ഇലകൾക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണാറുണ്ട്. എന്നാൽ അതേ ഇലകൾ തന്നെയാണിത്. കണ്ടോ, ഇത് അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഇതെന്തോ കീടങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പം നമുക്ക് ഇലകളുടെ അടിയിലും മുകളിലും എല്ലാം വരത്തക്ക രീതിയിൽ കണ്ടോ നല്ല വൃത്തിക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് മുഴുവനായിട്ടും ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ വരത്ത. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊത്തമരയ്ക്ക് വരുന്നതാണ് ഇലകളിലൊക്കെ ചെറിയ ചെറിയ കുത്തുകളും ചെറുതായിട്ട് ഇത് കണ്ടോ, ഈ ഇലയൊക്കെ നോക്കി കണ്ടോ, ചതഞ്ഞ പോലെ, ചതഞ്ഞിട്ട് കരിയുന്നത് പോലെയൊക്കെ ഉള്ള ഒരു, കണ്ടോ, ഇങ്ങനെ വരുന്നതിനൊക്കെ നമുക്ക് സാഫ് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ വഴുതനയുടെ ഇലകൾ കണ്ടോ, ഇത് കണ്ടോ മടങ്ങിയിരിക്കുന്നുണ്ടോ. ഇതിനെ നമുക്കിത് ഇങ്ങനെ നിവർത്ത് നോക്കാം. ഇത് കണ്ടോ, മഞ്ഞ നിറത്തിലിരിക്കുന്ന കണ്ടോ, ചെറുതായിട്ടാണേ. അവിടെ അത് ഉറുമ്പുകളും വന്നിട്ടുണ്ട്. ഉറുമ്പുകൾ എപ്പോഴും വരുന്നത് എന്തെങ്കിലും കീടങ്ങൾ ഉള്ളപ്പോഴാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ ഇല നോക്കിയാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. പക്ഷേ ഒരു മഞ്ഞ നിറത്തിൽ എന്തോ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്കും നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് ഈ ഇലകളുടെ അടിയിൽ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ, സാധാരണ ഇലകളുടെ അടിവശത്താണ് കീടങ്ങൾ വരാറ്. അപ്പം ഇലയുടെ അടിയിലേക്ക് നല്ല പോലെ ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതെപ്പോഴും വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചെടികൾക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൂടുതൽ സമയം അവർക്ക് ചെടികളിൽ പറ്റിപ്പിടിച്ച് സാവധാനം ഉണങ്ങുന്നതിനുള്ളൊരു അവസരം കിട്ടും. അതുപോലെ മഴക്കാലത്താണെങ്കിൽ മഴ വരാൻ ഒരുങ്ങുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മഴ പെയ്താൽ അത് മുഴുവനും വെള്ളത്തിൽ അലിഞ്ഞ്
ഒഴുകിപ്പോവും. നമ്മൾ ആ ചെയ്തതിൻ്റെ യാതൊരു പ്രയോജനവും കിട്ടത്തില്ല. എന്നാൽ നമ്മളിത് സ്പ്രേ ചെയ്ത് ഒരു 4-5 മണിക്കൂറിന് ശേഷമാണ് മഴ പെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. അത്രയും സമയം കൊണ്ട് തന്നെ ചെടിയുടെ ഉള്ളിലേക്കും അതുപോലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തും ഇതിൻ്റെ ഗുണം കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ ഈ സാഫിനകത്ത് 2 ഭാഗങ്ങളാണുള്ളത്. 12% കാർബൻ ഡാസിൻ എന്ന് പറയുന്ന സാധനവും അതുപോലെ ഒരു 63% മാൻകോസബുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പം എങ്ങനെ നമുക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതിൽ മാത്രമാണ് ഒരു കർഷകൻ ശ്രദ്ധിക്കുന്നത്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെയാകാം. അല്ലാത്തൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗുണം മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. റോസ് പോലെയുള്ള ചെടികൾക്ക് നല്ലൊരു ഫംഗിസൈഡാണ് സാഫ് എന്ന് പറയുന്നത്. ഫംഗസ് രോഗങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളുടെ പച്ചക്കറി ചെടികളിലോ പൂച്ചെടികളിലോ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ അളവിൽ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പരിധി വരെ ഈ ഫംഗസ് രോഗങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഇത് നമ്മുടെ കണ്ടോ ഒരു ചാമ്പയാണേ. ഇത് നമ്മുടെ ഒരു ഡൽഹാരി ചാമ്പയാണേ. അപ്പോൾ ഏകദേശം പഴുത്തിട്ടുണ്ട്. അത്ര വലിപ്പം ഈ പ്രാവശ്യം വെച്ചില്ല, നല്ല വലിപ്പം വെക്കുന്ന ചാമ്പയാണ് കേട്ടോ. ഇതുപോലെ ദേ കണ്ട ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഒരു കുരു പോലും സാധാരണ ഉണ്ടാകാറില്ല. നല്ല മധുര. എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല മധുരമുള്ള ചാമ്പയെന്ന് പറയുന്നത് ഡൽഹാരി ചാമ്പയാന്ന് തോന്നുന്നു. സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഇവിടെ ദേ ഓറഞ്ച്, മൊസാമ്പി, അമ്പഴം, പിന്നെ അതേ ഒരു സാധനമുണ്ട് പഞ്ചസാരപ്പഴം. കാണിക്കാൻ പാ. ഇത് കണ്ടോ, ഇത് ഈ സ്കൂളിൻ്റെ മുറ്റത്തും പള്ളിയുടെ മുറ്റത്തും ആശുപത്രിയുടെ മുറ്റത്തും ഒക്കെ നിൽക്കുന്ന വലിയ മരമാണേ. ഞാനത് ഇവിടെ ഒരു ചെറിയ പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ഇത് അവിടെ ഇവിടെയൊക്കെ കണ്ടോ. ഇതിൻ്റെ പേര് തന്നെ പഞ്ചസാരപ്പഴം എന്നാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കുറച്ചും കൂടെ ചുമപ്പാകും, പക്ഷെ നമുക്കിവിടെ കിട്ടത്തില്ല, കിളി കൊണ്ടുപോകും. നല്ല പഞ്ചസാരമുള്ള ഗ്ലൂക്കോസ് നമ്മൾ വായിലിടത്തില്ലേ, അതേപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് വായിലിട്ടാൽ. കണ്ടോ. പിന്നെ ഇവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലം കണ്ടോ, മുട്ടിടുന്നുണ്ട് കണ്ടോ. കായുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും മുട്ടിടുന്നുണ്ട്. നമ്മളിന്ന് പറഞ്ഞുകൊണ്ട് വന്നതേ ഇതിനെക്കുറിച്ചൊന്നുമല്ല, സാഫിനെ കുറിച്ചാണ്. അപ്പം ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.